നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാധമ്മേനെ ക്രിസ്മസിനൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ നാളെയാണെ പോവുകയും ചെയ്യും. അപ്പം രാധമ്മേനെ കണ്ടൊരു കേക്ക് കൊടുത്തിട്ട് വരാന്ന് വെച്ചു. അവിടെ ഉണ്ടോ? വിളിച്ചോ? വിളിച്ചായിരുന്നു. രാവിലെ വിളിച്ചപ്പം മോനും എന്തിയെ ഉറങ്ങിയോ എണീറ്റില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നു. ഭയങ്കര തിരക്കാണ്. നമ്മളെ പോലെയല്ല. ഒന്നാ അറിയാലോ, സിനിമാ നടിയാണ്, സെലിബ്രിറ്റിയാണ്. ഏതെങ്കിലും പടത്തിനൊക്കെ അഭിനയിക്കാൻ എപ്പോഴാ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു പടയിൽ നിന്ന് കാണുവാണേ, പിന്നെ ലിറ്റിൽ ഹേർട്സ്. അപ്പൊ ആ ബസ് സ്റ്റാൻഡ് വെച്ച് പാട്ടില്ലേ, ആ പാട്ട് സീനില്ലേ, ഞാൻ നോക്കുമ്പോ അതിൻ്റെ അകത്ത് കൊടയാൻ പിടിച്ചോണ്ട് വരുവാ. അപ്പൊ ഞാൻ ഓർക്കും ഈ സംഭവത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് മാൾക്കുട്ടി പറഞ്ഞത് ഞാൻ പോകുന്ന രാധമ്മയാണ്. അപ്പം സിനിമാ നടി അവിടെ കാണുമെന്ന് നിർത്തി. നമുക്ക് ഏതായാലും പോയി നോക്കാം. കുമ്പളങ്ങിയൊക്കെ കൈ പിടിച്ചോണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയ്ക്കല്ലേ വന്നത്. അതിലിട്ട് ചുമ്മാ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം, ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ. വാ, പറമ്പിലായിരിക്കും ഈ സമയത്തൊക്കെ. എന്നാ കാപ്പിക്കുരു മുളകൊക്കെ പറിക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ രാധമ്മയും മാമനും ഫുൾ ടൈം പറമ്പില്ല. രാധമ്മ പറമ്പിൽ കയറത്തേ ഇല്ല. കണ്ണ് കാണാത്തില്ലാത്ത രീതി ഇരുട്ട് വരണം, എന്നാലേ കയറി വരുള്ളൂ. രാധമ്മയുടെ മത്തങ്ങ കാഴ്ചയൊന്നും അറിയത്തില്ലോ, കിടക്കുന്നുണ്ടോ? ഈ മത്തേരെ ചുള്ളിക്കൊണ്ട് പോവാണെങ്കിൽ നിനക്ക് വൈകിട്ട് ഞാൻ തോരൻ വെച്ച് തരാടാ. പാടെ 2 ദിവസമുണ്ട് എന്നൊക്കെ കൂട്ടിയാലോ. വന്നു കഴിയുമ്പോണ്ടല്ലോ 10 ദിവസം അവധിയുള്ളൂ. ഓഷിച്ചിരിക്കുന്ന മറ്റേ വളിച്ചതും പുളിച്ചതും മെഴുക്കോട്ടിയും തോരനും മാത്രം വെച്ച് കൊച്ചിനായാലും ചേട്ടായി ഇപ്പൊ ഇത്രയും ദിവസം ഉണ്ടാകപ്പം ഞാൻ ഭയങ്കര പോരും അവനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അവൻ പോകാറായപ്പോഴത്തേന് എനിക്ക് മനസ്സിനൊരു വിഷമം വന്നു. രാവിലെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ 9:00 ഇതുവരെന്ന്. എന്നാലും പറയാം ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന്. അവിടെ ചെന്ന് ഉറങ്ങാൻ പറ്റിയല്ലോന്ന്. അവിടെ ചെന്ന് 8:30 പോണം. അത് ഓർക്കുമ്പോളാ. ഉറക്കം മാത്രം മെയിൻ അല്ലേ നമുക്ക്. കപ്പ പറിക്കാനുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തൈ കേട്ടോ, നട്ടു വെച്ചേക്കുന്നത് വഴുതന തൈയൊക്കെ. ഇപ്പൊ നട്ടേ ഉള്ള ഇതാ ഇന്നത്തെ പരിപാടി. തക്കാളിക്ക് എല്ലാം വാടിപ്പോയെന്ന് പറഞ്ഞു. ഇത് ഈ തൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ വീട്ടിൽ പോയത് ക്രിസ്മസിന്. അതെല്ലാം ഇവിടെ വെച്ചിട്ട് പോയി. അന്നേരത്തേന് തക്കാളിയുടെ തൈ എല്ലാം കരിഞ്ഞു പോയി. ബാക്കി ഇരുന്ന ഈ നട്ടു വെച്ചേക്കുന്നത്. ക്രിസ്മസ് ആയിക്കൊണ്ട് കയറി ചെല്ലുന്ന അന്നേരം കേക്ക് കൊടുക്കാതെ എങ്ങനെ കുമ്പളങ്ങ എടുത്ത് കൊടുക്കുന്നത്? അത് ശരിയാ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് നാടും വീടൊക്കെ കറങ്ങി ഒരാൾ വന്നിട്ടുണ്ട്. എന്നാ കേക്ക് പിടിച്ചോ? ക്രിസ്മസിന്റെ കേക്ക് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ആണോ? എന്നാ പറയാനുള്ളേ? ക്രിസ്മസ് ആയിട്ട് ഒരേ ഒരു പെങ്കൊച്ചുള്ളതാ. അതിനായിട്ട് സ്വന്തം വീട്ടിൽ പോകും ആരെങ്കിലും. ഇവിടെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അത് കൊള്ളാം. ഞാൻ നാളെ പോവും. ഞാൻ നാളെ പോവും. നാളെ എനിക്ക് ബസ്സുള്ളൂ. അപ്പൊ പോകുന്നതിനിപ്പം ഞാൻ ഇറങ്ങി വന്നേ. ഇതാ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇട്ടോണ്ട് പോയി നൈറ്റിയില്ലേ, അതാ. കുമ്പളങ്ങ ഉണ്ടോ അവിടെ വെച്ചിട്ടുണ്ട് പുറകില്? എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ആണോ? കൃഷ്ണൻകുട്ടി, എല്ലാരും കൂടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നു. രാമകൽമേടൊക്കെ കാണാൻ പോയി. ഞങ്ങള് പോയി. എന്ത് ജനമായിരുന്നു എന്റെ പൊന്നോ, വണ്ടിയും ആൾക്കാരുമായിട്ട്. ഇപ്പൊ ഇങ്ങനെ പറയാൻ കേട്ടു, മറ്റേ വാഗമണ്ണില് ഇന്ന് വണ്ടി പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല. ഭയങ്കര ഇതാ. ന്യൂ ഇയറും ക്രിസ്മസും അല്ലേ. അവിടെ അതെ, എന്ത് ജനമാണോ. ഇങ്ങനെ മനുഷ്യര് വരുമോ? തോറ്റു പോകും. അതുപോലെ ആളായിരുന്നു. വണ്ടിയോ എണ്ണയോ എണ്ണം തീരത്തില്ല. അതുപോലെ വണ്ടി. രാമക്കൽമേട് ഒന്നും അല്ലെന്നാ പറയാൻ. ഭയങ്കര ഇതാന്ന് പറയാം. നല്ല രസമാണ് കാണാൻ. കാറ്റാടിപ്പാടവും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നമ്മുടെ ആ വീടിന്റെ അവിടെ പണ്ട് ചുമ്മാ കാട് പിടിച്ച് മേടല്ലായിരുന്നു. ഇപ്പൊ നല്ല പിന്നെ 1 തരം കെട്ടിടങ്ങളാ. പിന്നെ റെസ്റ്റോറന്റ്, റിസോർട്ട്, എന്തെല്ലാം അവിടെ. പിന്നെ ഒരു അവിടെ എങ്ങാണ്ട് ആമപ്പാറ എന്നും പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പോയില്ല. വഴി മാസമാണ്. ഇനി അടുത്ത തവണ ആമപ്പാറയും കൂടെ പോയി കാണാൻ പറയണം. നമുക്കുണ്ട് കേട്ടോ ഒരു കാറ്റാടി കറങ്ങണത്. ഇല്ല, അവിടെ അതിരെല്ലാം കണ്ട് അടുത്ത് തൊട്ടടുത്തുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കാണാം. തൊട്ടടുത്ത് ഇങ്ങനെ കറങ്ങുന്ന കാണാം. മറ്റേ അമ്മ പോയ കൂടെ എനിക്കും പോണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം ആലോചിച്ചു. പിന്നെ വീട്ടിൽ ആ സ്ഥലം ചോദിച്ചതായിരുന്നേ. അന്നേരം വില കൊണ്ട് എടുക്കാഞ്ഞിട്ടാ കൊടുക്കായിരുന്നേ. ഇല്ല, നമ്മുടെ ഓർമ്മയും വന്നേനെ കാറ്റാടി.
പൊന്നു ലീവിന് വരുമ്പം വേണം അപ്പനെയും മക്കളെ എല്ലാരും കൂടെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് എന്റെ മുത്തശ്ശിയുടെ വീടും സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ഒത്തിരി നാളായി പോയത്. ഞാനും കൊച്ചിയിലെങ്ങാണ്ട് പോയതാ. വർഷങ്ങളായി ഞാൻ പോയിട്ട് 10-11 വർഷമായി. പോയതാ നിങ്ങള്. പിന്നെ 14 വർഷമായി. അത് പിന്നെ ഇങ്ങോട്ട് പോയില്ല. ഈ ചേച്ചി വരാൻ ഞാൻ നോക്കിയിരിക്കും. എല്ലാത്തിനും ഇവിടെ ഇട്ടിട്ട് ഞാൻ ഒരു പോക്കങ്ങ് പോകും. ഞാനും അമ്മയും കൂടെ പോണെന്നാരും പറയുന്നത്. ഇപ്പൊ പുഷ്പയും ഞാനും കൂടെ ലളിത ചേച്ചിയുടെ അവിടെ പോയി. രാവിലെ എല്ലാരും കൂടെ വന്നു. എല്ലാരും ഫുള്ള് സർക്കിട്ട് ആയിരുന്നു, അത് മനസ്സിലായി. എല്ലാരും കൂടെ വന്നു കഴിഞ്ഞിട്ട് അവര് എല്ലാരും ഇനി പോന്നു. പുഷ്പയും ഞാനും ഇവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് ഉച്ചക്ക് ചോറൂണും കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോയും വിളിച്ച് പുഷ്പയും ഞാനും കൂടെ വീട്ടിൽ. പുഷ്പ എന്ന് പറയുന്നത് അമ്മയുടെ അനിയത്തിയുടെ കേട്ടോ. ആർക്കും അറിയത്തില്ലല്ലോ പുഷ്പ. അമ്മയുടെ അനിയത്തിയുടെ ബന്ധുക്കാരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. ആഴ്ചയായി ക്രിസ്മസ് കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് കൊച്ചു മോനും മോളും കൂടെ ഇറങ്ങി വന്നേ. ഭയങ്കര പരാതിയാ, ഒരു മോളെ ഇട്ടിട്ട് പോയെന്നും പറഞ്ഞ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ദിവസമായെന്നറിയാം ഇവിടെ വന്നിട്ട്. എത്ര ദിവസമായി? ക്രിസ്മസ് കഴിഞ്ഞിട്ട് അമ്മയുള്ള 4 ദിവസം കഴിഞ്ഞാ വന്ന. കുഞ്ഞമ്മ തിരിച്ചു പോന്നു, ചേട്ടായി തിരിച്ചു പോന്നു. അമ്മ അവിടെ എല്ലാം കറങ്ങി ബന്ധുക്കാരെ എല്ലാം വീട്ടിൽ പോയിട്ട് 2 ദിവസമായതേ ഉള്ളൂ വന്നിട്ട്. മറ്റുള്ളവർക്ക് നിങ്ങളെ പോലെ പ്രായവും കുറവാ, അവർക്ക് കാണണമെന്നില്ല. ഞങ്ങൾ ചെറുപ്പം വരെ വളർന്ന എന്റെ പേരമ്മയുടെ മക്കളും എല്ലാരും കൂടെ. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പോയെല്ലാരെയും കണ്ടു. ഇനിയാണേലും അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ വേണം അല്ലേ? കേക്ക് കൊടുക്കാൻ കൂടപ്പറപ്പിനെ എപ്പോഴും മറക്കാൻ പാടില്ല. അപ്പൊ ക്രിസ്മസിന്റെ കേക്ക് കേട്ടോ, പൊതിഞ്ഞെല്ലാം ഭദ്രമായിട്ട് വെച്ചേക്കുമായിരുന്നു. അതെ അതെ, എല്ലാ വർഷവും കിട്ടുന്ന കേട്ടോ. അതിപ്പോ എത്ര താമസിച്ചാലും ഇപ്പൊ 1 മാസം കഴിഞ്ഞാണെങ്കിലും ഈ കേക്ക് ഇവിടെ തന്നെ ഇരിക്കും. ഞാനോ കൊച്ചോ വരുമ്പോഴേ തരുള്ളൂ. ആരും മുറിച്ചു പോലും കഴിക്കില്ല. അതാണ് എനിക്ക് മേടിച്ചോണ്ട് വരുന്ന സാധനം. വേറെ മേടിച്ചാൽ പോലും ഇവിടെ ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ അത് അവിടെ വെച്ചേക്കത്തേ ഉള്ളൂ. വേറെ മേടിച്ച് തിന്നുന്നല്ലാതെ മുറിക്കില്ല. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ. എനിക്ക് മേടിക്കുന്നത് എനിക്ക് തന്നെ. എന്നാ ചോറും കറിയൊക്കെ വെച്ചത്? ചോറും കറി മത്തങ്ങാക്കറി. മത്തങ്ങാക്കറിയോ? മത്തങ്ങ ഉണ്ടായോമേ? ഇല്ല, ചേട്ടായി മേടിച്ചോണ്ട് വന്നതാ. അവിടെ കിടക്കുന്ന ഇലയും കിടന്നേ അതൊക്കെ ആയില്ലേ? കഴിഞ്ഞു. ആണോ? ഒറ്റമൂട് ചേമ്പുണ്ട്. അപ്പൊ അത് പറിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. നീ പോകുന്നതിന് ഇപ്പം ചേമ്പുണ്ട്, അതും കൂടെ പുഴുങ്ങി കഴിച്ചിട്ട് പോയാൽ മതി. ആ, അപ്പൊ ചേനയായി ചേമ്പായി ഇതൊക്കെ ഞാൻ എങ്ങനെ തിന്നും? എനിക്ക് ഞാൻ പറിക്കാം. അങ്ങനെ പറിച്ച് ഞാൻ അറിയാവോ? ഇത്തുണ്ടെ പിടിച്ചാ പോരും. ആ, അമ്മയും മോളും കൂടെ. ഇത് എന്നാ കാണിക്കുന്നേ? എന്റെ ഊഴം കഴിഞ്ഞു കേട്ടോ. വേറെ ആയിരിക്കും, അതായിരിക്കും വരാത്തെ. അങ്ങോട്ടും ഇങ്ങോട്ടും 4 കുലുക്ക് കുലുക്കിക്കേ. ഓ ഓ ഓ ഓ ചേമ്പിന്റെ ഇല പിടിച്ച് വലിച്ച് തൂമ്പ വെച്ച് വെട്ടല്ലേ. ആ, വേരാ കണ്ടോ, വേര് നിൽക്കുന്നുണ്ടോ? വേറെ ഉണ്ടോ മെയ്? 1 മൂടേ ഉള്ളോ? അയ്യോടാ, ചെറുക്കന് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. എലാമ്പോ ആ ബെസ്റ്റേ. ഒരു കിഴങ്ങ് പോലും ഇല്ലെന്നാ തോന്നേ. ഒന്നേ ഉള്ളോ? ഗ്യാസ് വണ്ടി പോന്നു മണ്ടേ കൂടെ. അത്രയും പതുക്കെ മാന്തൊന്നും വേണ്ട, അതിൻ്റെ അകത്ത് ഇല്ലെന്നാ തോന്നേ. അത് വേരിൻ്റെ അമ്മേ. വെറുതെ ആയി പോയല്ലോ, പിടിച്ചു വലിച്ച് ഉള്ള ആരോഗ്യം കളഞ്ഞ്. വടംവലിക്ക് പോയ അവസ്ഥയായി ചേമ്പിട്ട് കിട്ടിയോ? അതുമില്ല. ഈ തട തന്നെ ഉണ്ട്. ഇതുണ്ടോ, 5-8 കിലോ ഉണ്ട്. എലി തിന്നു. അത് പറിക്കാൻ വന്നു കഴിഞ്ഞാൽ പറയും മൂത്തില്ല, വിളഞ്ഞില്ല. പിന്നെ വിളയാതെ പറിക്കാൻ പറ്റുമോ? ഇപ്പൊ വിളഞ്ഞതല്ലേ, എലിയിട്ട് വിളയിച്ച്. അതെ അതെ, എലിയിട്ട് വിളയിച്ച്. അപ്പൊ അടുത്ത വടംവലിക്ക് പോവാണ്. പിടിയടാ. ലാമ്പോ. ഇതുണ്ടോ? അയ്യോ, ഇതുകൊണ്ട് എലി തിന്ന് നിർത്തിയേക്കുന്നുണ്ടോ? എത്ര എണ്ണം വന്ന്? 2, 3, 4 എലി തിന്നിട്ടുണ്ട്. എത്ര വിത്ത് ഉണ്ടെന്ന് അറിയാം?
എന്നാ മുഴുത്ത വിത്താൻ നോക്കിയേ. എന്തോ ഒന്നുമില്ല, എല്ലാം എലി നിറഞ്ഞത്. ആ എനിക്കും വേണ്ടേ ഭക്ഷണം. ഒരെണ്ണമെങ്കിൽ നമുക്ക് ഒഴുങ്ങാനുണ്ട്, അത് വെറുതെ മുമ്പാ വിറകും പഠിത്തത് ഇന്നാന്ന് ഇല്ല. അപ്പൊ ഈ വട്ടാ ശശിയായി. അതെ അതെ, ഒന്നും പുഴുങ്ങാൻ പോലും കിട്ടിയില്ലല്ലോ. വെറുതെ നടുവാ, ഒന്നും മണം വരികയല്ല. അമ്മ ഇപ്പൊ എലിപ്പെട്ടി വെക്കുന്നില്ലേ? എലിപ്പെട്ടി വെച്ചിട്ട് എലിപ്പ് കയറുന്നില്ല. വൈകിട്ട് വരുമ്പോ തിന്നോളൂ. അമ്മയുടെ തന്ത്രമൊക്കെ എനിക്ക് മനസ്സിലായി. എല്ലാം എടുത്ത് നട്ടു വെക്കണേ. അതെ, അടുത്ത പോലെ എനിക്ക് തിന്നണ്ടേ. അതെ അതെ, ഒരു ചേമ്പൻ വിത്ത് പോലും കിട്ടിയില്ല. ആ പടെ ഈ 2 പൊന്തഞ്ചേമ്പ് പറിച്ചിട്ട് കിട്ടിയ ഈ ഒറ്റ വിത്ത്. ഷോ, കഷ്ടായി പോയല്ലോ. ചെറുക്കൻ കൊതിച്ചു വന്നതാ, ഒന്നും നടന്നില്ല. ശശിയായി പോയി. ചേമ്പും പുഴുങ്ങുവാണെങ്കിൽ ചേമ്പ് ഇഷ്ടം. ഓ എന്താ പൊന്നോ, ചെറിയ ചേമ്പ് കേട്ടോ. അന്നേരം പുഴുങ്ങുമ്പോളേ എന്റെ ചെറുക്കൻ മാത്രം നിന്നാ മതി. ഒരെണ്ണ ഞങ്ങൾക്കും വേണ്ട, കൊതി നോക്കുകയല്ലേ ഞങ്ങക്ക്. ഇതെന്നാ ചേമ്പാ? താമരക്കണ്ണോ? ചീമച്ചേമ്പ. വലിയ മുഴുപ്പില്ലെന്നേ ഉള്ളല്ലേ. ചെറിയോ. കഴിഞ്ഞ കൊല്ലം ഞാനും രാധമ്മയും കൂടെ പറിച്ചിട്ട് ഞങ്ങൾ തന്നെ നട്ടു വെച്ചൊരു ചേമ്പാണ്. ഈ വട്ട കിഴങ്ങുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം. എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിറച്ചും കരികലയാണല്ലോ. ഒന്ന് കരികലയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നട്ടത്. ആ, ഇതിപ്പോ 3ാമത്തെ ചേമ്പിന്റെ മൂട്ടിലാ വന്നേക്കുന്നത് കേട്ടോ. ആ ഉണ്ടോ? ആ പിടിയടാ. ഹൈലസാ എല്ലാം പോവും. ആ വല്ലതും ഉണ്ടോ? അത് ഈ 2 ദിവസം ഉണ്ടല്ലേ. ആ ഇളമ്പൊക്കെ ശരിയാ. ആ ഒന്ന് പുഴുങ്ങാനുള്ളതായി, എല്ലാവർക്കും കഴിക്കാനുള്ളതും കിട്ടി കേട്ടോ. അല്ല പിന്നെ ഇവന് മാത്രം പുഴുങ്ങി കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമാണോ? അതും ചേമ്പ ആർക്കാ ഇഷ്ടമില്ലാത്തത്? ആ എന്നതാ? ആ ഒന്ന് പരീക്ഷിച്ച് നോക്ക. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാ പറയുന്നേ. ഈ കൊല്ലം അവൻ തന്നെ പറിച്ചു. ഞങ്ങൾ രണ്ടുകൂടെ വീണ്ടും നടന്നു. ഇത് ഇളമ്പക്കമാണ്, പറിച്ച കുഴിയാണ്, ഉണ്ടാവുമല്ലോ എന്നൊരു പരീക്ഷണമാണ്. നട്ടു നോക്കുവാണ്. ഇനി അടുത്ത വർഷം ഡിസംബറിൽ വന്ന് നമ്മൾ വീണ്ടും പറിക്കും. ഉണ്ടെങ്കില് ഇല്ലേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ടിരിക്കും രണ്ടുപേരും കൂടെ. എല്ലാ വർഷവും കൊച്ചവും വരുമ്പോ ചേമ്പ് പറിക്കും. ചേമ്പ് കാച്ചില് പറിക്കാൻ നിപ്പില്ലേ? കാച്ചിൽ ഒരെണ്ണം പോലും ഇല്ല. ഇല്ലേ? എല്ലാരും വന്ന് പറിച്ചു. മൊത്തം തീർന്നോ? ബാക്കി ഉണ്ടായിരുന്ന അമ്മ ക്രിസ്മസിന് വീട്ടിൽ പോയപ്പോ അങ്ങോട്ടും കൊണ്ടുപോയി. നമുക്കൊണ്ട് പറിക്കാൻ നിപ്പുണ്ട്. അവിടെ വീട്ടിൽ നിപ്പുണ്ട്. ഇവിടെ ഇല്ല, ഈ കൊല്ലത്തേനില്ല. പഴമൂടൊന്നും കിടപ്പില്ല, ഒന്നുമില്ല. തിരുവല്ലക്കാര് വന്ന് കൊണ്ടുപോയി. പിന്നെ അന്ന് രവണിക്കുഞ്ഞമ്മ മരിച്ചപ്പോ കുറെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങള് കുരിക്കാനത്തിന് കൊണ്ടുപോയി. 3 ട്രിപ്പ് പറിച്ച് മൊത്തം കൊണ്ടുപോയി. 10-30 കൊണ്ടാണോ? കുറച്ചൊക്കെ നീറിപ്പോയി. പറിച്ചില്ല, മൊത്തം പോയി, നീറിപ്പോവും. ഞങ്ങള് പോവാ. കേക്ക് എടുത്തിട്ടുണ്ട്, ചേമ്പെടുത്തു. കേക്ക് വെക്ക്. മണ്ടയിരിക്കുന്ന ചേമ്പ് കഷ്ണമില്ലേ, അതും കൂടെ എടുത്തില്ല. നമുക്കങ്ങ് പോകാം. ചേമ്പ് വേണോ പുഴുങ്ങാൻ? അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ താഴെയൊക്കെ പോയിട്ട് കയറി വന്നു. ചേമ്പൊക്കെ പറിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എല്ലാം എലി കളഞ്ഞു കേട്ടോ. ഇല്ല നമുക്ക് കുറെ ഏറെ കിട്ടിയാനെ. ഇനിയും പറിക്കാനുണ്ട്. അതിന്റെ ചോട്ടിലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. ഒത്തിരി മൂട് പറിക്കണം, എന്തെങ്കിലും ഒന്ന് പുഴുങ്ങാനൊക്കെ കിട്ടുള്ളൂ. പഴയ പോലെ ഒന്നും എലിയും പന്നിശല്യം ഒക്കെ ഭയങ്കര കൂടുതലാണ് ആ സൈഡിലൊക്കെ. രാധമ്മ പിന്നെ എന്നാ കിട്ടിയാലും നട്ടു വെക്കും കേട്ടോ. പറമ്പിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുക. എന്നാ കപ്പയാണെങ്കിലും ചേമ്പാണെങ്കിലും ചേനയാണെങ്കിലും എല്ലാ കൂട്ടവും നട്ടു വെക്കും. അതുകൊണ്ട് എനിക്കും ഇവിടെ പഞ്ഞമില്ല. നമുക്കാണേലും ചെന്ന് കഴിയുമ്പോഴേ 2 മൂട് പറിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളതായി അവിടെയും കൊടുക്കാൻ പറ്റും. അല്ലെങ്കിലും ചേനയൊക്കെ 2 മൂട് പറിക്കുമ്പോണ്ടല്ലോ വിളിക്കും. വിളിച്ചിട്ട് കൊച്ചെ 1 മൂട് ചേന വെച്ചിട്ടുണ്ട്, നീ വന്നെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നാ പറിച്ചാലും തരും. അപ്പൊ ഇന്ന് എനിക്ക് വൈകിട്ട് ചേമ്പ് മതി കേട്ടോ. മതിയോ? നാളെ രാവിലെ കാപ്പിക്ക് ചേന മതി. മതിയോ? 2 പേരും കൂടെ എന്നാ പരിപാടി തരാ? ഞങ്ങള് ചുമ്മാ നടക്കാനൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ. ആണോ? എവിടെ വരെ പോയടാ? ഞങ്ങള് മറ്റേ വളം കറപ്പി. ഇവിടെ നടന്നോ കൂടെ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ? കുഴപ്പമൊന്നുമില്ല.
ഒത്തിരി ദിവസം കൂടി നിന്നെ കാണുന്നോണ്ട് ഭയങ്കര സ്നേഹമാണേ. എന്റെ മടി കിടക്കാനുള്ള പ്ലാനില്ല ആ വഴക്കുന്ന ഭയങ്കര സ്നേഹമാണ്. നിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ടോ? കയ്യേലൊക്കെ കമ്മി നോക്കുവാണേ. അയ്യോ അവിടെ ഒന്നും കടിച്ചില്ല. ഏതാണ്ടെല്ലാം നിന്നോട് പറയുവാടാ. വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ കണ്ടോ, നമ്മുടെ ബൈക്കിന്റെ ഒച്ച അവക്ക് നന്നായിട്ട് അറിയാം. നോക്കുന്നുണ്ടോ? പപ്പയാണോന്നാ? എന്റെ കൊച്ചിന്റെ പപ്പ വന്നേക്കുന്നു സിറ്റിക്ക് പോയിട്ട്. കൊച്ചിന്റെ പപ്പ അവിടെ സന്തോഷത്തോടെ വരുന്നു. പപ്പയുടെ കമ്പനി. പപ്പയല്ലേ ഇന്ന് ഒരു കുഴപ്പമില്ല. അനങ്ങനെ നിക്കുന്നുണ്ടോടാ? എത്ര നേരമായി നിക്കുന്നുണ്ട്? പാവം. നാളെ കുളിപ്പിക്കണം. ഞാൻ പോകുന്നതിന് മുമ്പേ കുളിപ്പിച്ചിട്ട് പോണം. ഞാൻ ഇന്ന് ഫുള്ള് ചീകിയേ. ചീവം വൃത്തിയായി. ഒരാഴ്ച 2 ദിവസം ചെയ്യണം. സെറ്റ് ആവുള്ളൂ. പപ്പ ചെയ്യാനൊക്കെ നോക്കി തന്നെ, പക്ഷെ ഇവിടെ നിന്ന് കൊടുക്കില്ല. അപ്പാക്ക് നിന്ന് കൊടുക്കല, എനിക്ക് നിന്ന് തരും. ഞാൻ മറ്റേ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കൂടെ. നീ അവളെ സോപ്പ് ഇട്ടെടുക്കണം. ആദ്യം സോപ്പ് ഇട്ട ആ സോപ്പ് ഇട്ടാലേ ഇവിടെ നിന്ന് തരുള്ളൂ. ഇല്ല നിന്ന് തരില്ല. നോക്കുന്നുണ്ടോ? ആരമോനെ വന്നേ ചേർമോളെ, ചേർക്കുട്ടി, ചേട്ടായിനെ കണ്ടാന്റെ സന്തോഷത്തിലാണോ? അനങ്ങാ നിൽക്കുന്നുണ്ടോ കള്ളിപ്പെണ്ണ? ഡീ, നീ ഇവിടെ കോട്ടയത്തോട്ട് പോയില്ലേടാ? അന്നേരം ബാഗ് ഒക്കെ എടുത്തോണ്ട് പോകുന്ന കണ്ടപ്പോ തന്നെ ഇവിടെ അങ്ങ് നോക്കുവാണേ. എന്നിട്ട് ഇവക്ക് അങ്ങ് സങ്കടം വരുവാ ഭയങ്കരമായിട്ട്. നീ പോവാന്നോർത്തോട്ട്. തിരിച്ച് ബാംഗ്ലൂർ പോവാന്നോർത്തതാ. എന്നിട്ട് കൊറേ നേരം ഇങ്ങനെ വഴിയിലോട്ട് തന്നെ നോക്കിയിരുന്നേ. എന്നിട്ട് ഞാനിങ്ങ് കയറി വന്നപ്പോ ഭയങ്കര കൊര എന്നെ നോക്കി. എന്നാന്നറിയോ? നീ പോവാണോ ഇല്ലയോന്ന് പറയാൻ വേണ്ടിയേ. നല്ല ഷൂ അല്ലേ? അവിടെ അടിയില്ല. ആണോ? കിടക്കോട്ട് കയറി നല്ല ഷൂ ഉണ്ടല്ലേ? മടി ചോദിക്കാൻ. എനിക്ക് കുളിക്കണം. കൊണ്ടുപോയി കയറ്റിയിട്ട് കുളിക്കാൻ നോക്ക്. എനിക്ക് കുളിക്കണം. അയ്യോ എന്റെ കാല്. അച്ഛനും മോളും കൂടെ കൊഞ്ചിച്ചാണോ? എന്റെ ചെറുക്കനെ ഉമ്മയൊന്നും വെക്കല്ല് കേട്ടോ. ആ തല വെക്കണം. തല ഇങ്ങനെ വെക്കണം. അതൊരു സുഖവാടാ. ഒരു ചൂടല്ലേ? കണ്ടോ കാലൊക്കെ നീട്ടി. മനസ്സിലാവുന്നുണ്ട് നിന്റെ തൂക്കേട്. ഇച്ചിരി വിളച്ചില്. മാറിയിരുന്നേ. എന്നാ പരിപാടിയാ? എന്റെ അടുത്തൊന്നും അങ്ങ് മാറിയിരുന്നേ. വീഡിയോ എടുത്തപ്പോ നിന്നെ നോക്കുവാ. ഇവളെ നീ ഫോണും കൊണ്ട് നിക്കുന്നത്. സേറാ, ഓ എന്നാ ചുകവാ. കൂട്ട് കയറ്റി കൊണ്ടുവെക്കുക. ഓടി പോയി കേറി. അത്രല്ലേ. പോയി കുളിക്ക്.